ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഞാൻ വന്നത് ഇതാ സ്റ്റിച്ചിങ് വീഡിയോ തന്നെയാണ്. സ്റ്റിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മീഷോയിലും അതേപോലെ ഫ്ലിപ്കാർട്ടിലൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, പാൻറ്റും ടോപ്പും ഒരേപോലെ വരുന്ന കുർത്തി മാതിരി വരുന്ന ടോപ്പും പാൻറ്റും ഉണ്ടല്ലോ, ആങ്കിൾ ലെങ്ത് പാൻറ്റും അതേപോലെ തന്നെ ടോപ്പും. ആ ഒരു രീതിയിലുള്ള ടോപ്പാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ കോളർ വെച്ചിട്ടാണ്. കോളർ മീൻസ് ഹാഫ് കോളറയാണ്, ചെറിയ കോളറയാണ്, വലിയ കോളറൊന്നുമല്ല. ചെറുതായിട്ടുള്ള കോളർ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ വരുന്ന രീതിയിലുള്ള ടോപ്പാണ് ഞാൻ അടിക്കുന്നത്. അതേപോലെ തന്നെ ആങ്കിൾ ലെങ്ത് പാൻറ്റും അതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെയൊക്കെ കാണാം. ഇത് 60 ഇഞ്ചിൽ വരുന്ന തുണിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തനെ കട്ട് ചെയ്യാൻ പറ്റും. 60 ഇഞ്ചിൽ ഈ 60 നമുക്ക് ഈ 60 നമുക്ക് എന്താക്കാൻ വേണ്ട, ടോപ്പിന് വേണ്ടിയിട്ട് വേണ്ട. എനിക്ക് ടോപ്പിന് വേണ്ടത് 44 വേണ്ടത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 45 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തൊട്ടിട്ട് ലെങ്ത്ത് ഞാൻ അടയാളപ്പെടുത്തുന്നത് 45 അതിവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് വിടുത്ത് വേണ്ടത് 12 12 എന്നുള്ള രീതിയിൽ എടുത്തിട്ട് നമുക്കിത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 44 എനിക്ക് അളവ് വേണ്ടത്. അതിൻ്റെ കൂടെ 45 എടുത്തിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് കൈക്കോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താക്കാം, കഴുത്തും അതേപോലെ ഷോൾഡറൊക്കെ അതേപോലെ കഴുത്ത്, ഷോൾഡർ, കൈക്കോ ഇത് ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ കോളർ പോലെ ഞാൻ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കഴുത്തിൻ്റെ എടുത്ത് ഇവിടെ 2.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡർ ഞാനിവിടെ എടുക്കുന്നത് 4.5 ഷോൾഡർ എടുക്കുന്നത്. എന്നിട്ട് ആം ഹോൾ എടുക്കുന്നത് ഞാൻ 6.5 എടുക്കുന്നുണ്ട്. നമ്മളിതാ ആം ഹോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 6.5 അടയാളപ്പെടുത്തിയത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് ആം ഹോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1.5 അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 അടയാളപ്പെടുത്തുക. ഇത്രയാണ് നമ്മളെ അളവ് വരുന്നത്. എന്നിട്ട് ഇതിന് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഇവിടെയൊക്കെ അളവ് വരുന്നുണ്ട്. ഇവിടെ അളവ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇവിടെ 12 എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അളവ് എനിക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 10 എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ് അളവ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 14 എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 എടുക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റിച്ചിങ് വീഡിയോയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് നെക്കും അതുപോലെ ബാക്കും കോളറിൻ്റെ ഭാഗങ്ങളൊക്കെ അതും തന്നെ ആം ഹോളിൻ്റെ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കോളർ വെക്കുന്നുണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചതാണ്. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ട് കോളർ വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2.5 എടുക്കുക. 2.5 ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഞാനിവിടെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 3 വേണം. 3ൽ സ്ക്വയർ ആക്കി കൊടുക്കുക. 3ൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരിക്കലും റൗണ്ട് ആക്കരുത്, ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്യണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ ക്രോസ് ആക്കിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ ക്രോസ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു 4.5 അടയാളപ്പെടുത്തുന്നുണ്ട്. 4.5 ഇവിടെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ 3 എടുത്ത് എന്നിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെയും നമ്മൾ 4.5 അടയാളപ്പെടുത്തിയത് വരെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കാം. ഇത്രയാണ് നമ്മളെ ഫ്രണ്ട് നെക്കിൽ ചെയ്യാനുള്ളത്. ഇതെങ്ങനെയാണെന്നുള്ളത് വന്നത് ഞാൻ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ കോളറ വെക്കുമ്പോൾ തന്നെ എന്താക്കണം, ഈ ഒരു ഓപ്പണും കൂടെ നമുക്ക് വേണം. കഴുത്ത് കിടക്കണമെങ്കിൽ ഓപ്പൺ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പീസ് വെക്കുന്നതൊക്കെ ഉള്ളത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഫ്രണ്ട് നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബാക്ക് നെക്കും കൂടെ കുറച്ചൊന്ന് ഷേപ്പ് ആക്കണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു. ബാക്ക് നെക്കിന് വേണ്ടിയിട്ടും 2.5 അതേപോലെ തന്നെ ഇവിടെ അടയാളപ്പെടുത്തണം. 2.5 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടുള്ളൂ. ഒരു 1/2 ഇഞ്ചിൽ 1/4 ഇഞ്ചിൽ മതി. 3/4 ഇഞ്ച് ഇവിടെ എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരഞ്ഞിട്ട് സ്ക്വയർ ആക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഷേപ്പാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കിയിട്ട് മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല.
അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇതാ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് കൊളറ വെക്കുമ്പോൾ ബാക്കിയും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഇതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ചിങ് വീഡിയോയിലാണ് വേണ്ടത്. അത് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയുടെ കാണാം. പിന്നെ നമുക്ക് പാൻറ് കട്ട് ചെയ്യണം, അത് കട്ട് ചെയ്തെടുക്കാം. കൂടാതെ കൈ കട്ട് ചെയ്യണം ഇതിൻ്റെ, അതും കൂടെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ടോപ്പ് കട്ട് ചെയ്ത വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 4 മടക്കാക്കിയിട്ട് ഞാനിത് പാൻറ് മടക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അളവിൽ കട്ട് ചെയ്യണം. ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 40 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. 40 ഇഞ്ച് ആംഗിൾ ലെങ്ത്തിന് വേണ്ട. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിവിടെ മടക്കി അടിക്കാൻ വേണം, അതേപോലെ ഇവിടെ എലാസ്റ്റിക് വെക്കാനും കുറച്ച് വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് 40 എടുക്കുന്നത്. ഇത് 2 ഇഞ്ച് ഇവിടെ എലാസ്റ്റിക് വെക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇവിടെ കിട്ടുക. അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 16 അടയാളപ്പെടുത്താം. ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 16 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 അടയാളപ്പെടുത്തണം. ഇതാ ഈ ഒരു രീതിയിൽ ഇവിടെ 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് 16 എടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈന് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരണ് റൗണ്ടാക്കി. ഇതൊന്നും കൂടെ പറഞ്ഞുതരാം. ഞാനത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 16 എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതേപോലെ 3 ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ സ്ക്വയർ വരച്ച് ഇതാ ഇതേപോലെ റൗണ്ടാക്കി കൊടുത്ത് വേണ്ടത് ഇവിടുത്തെ അളവ് വേണം. ഇവിടെ ഞാനൊരു 9.5 ഇഞ്ചിൽ അവിടെ എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താക്കാം, ഈ ഒരു ഇവിടുന്ന് ഇങ്ങനെ ഇവിടത്തേക്ക് ഈ ഒരു ലൈന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കാം ബാക്കി. കട്ട് ചെയ്യുമ്പം എപ്പോഴും ഈ ഒരു റൗണ്ടിൽ കട്ട് ചെയ്യണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്യാൻ പോകാൻ പാടില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെയും കട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പാൻറ്റും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൈ കട്ട് ചെയ്യണം, അതും കൂടെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നോക്കാം. അപ്പോൾ ഇതാ കൈക്ക് വേണ്ടിയിട്ട് പീസ് ഞാനിത് എങ്ങനെയാണ് എടുത്തത്, ഈ ഒരു രീതിയിലാണുള്ളത്. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് കൈൻ്റെ പീസ് കിട്ടിയത്. ഇതേപോലെ തന്നെ 4 പീസ് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് വിടുത്ത് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ആണ്. 10 ഈ ഒരു രീതിയിൽ ഇവിടെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഫുൾ കൈയാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 24 ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 24 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു പീസും കൂടെ വെക്കുന്നുണ്ട് ഞാൻ. അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ 3 അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ഇങ്ങനെ വരനും കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വരയണം. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു പീസ് വെക്കണം എന്നുള്ളത്. അത് ഞാൻ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുക. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിടുത്തെടുത്തത് 10 ആണ്. 10 ഇഞ്ചിലാണ് വിടുത്തുള്ളത്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത്ത് 23.5 ഉള്ളത്. 23.5 ഫുൾ ലെങ്ത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പീസും കൂടെ വെച്ച് കൊടുക്കും. എന്താ വെച്ചാൽ ഇങ്ങനെ ഫുൾ സ്ലീവ് മാത്രമാകുമ്പോൾ ചെറിയൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു പീസും കൂടെ കൊടുക്കും. അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കൈ കിട്ടിയത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈ കട്ട് ചെയ്തു. അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം അതും കട്ട് ചെയ്തു. അതിന് വേണ്ടിയിട്ടുള്ള പാൻറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 3 കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. ഈ വീഡിയോ എല്ലാവരും കാണാം. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഓക്കെ ബൈ, താങ്ക് യു.